ശബ്ദരേഖാ വിവാദം ചർച്ച ചെയ്യാൻ CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് എഴുതി നൽകിയ വിശദീകരണം യോഗത്തിൽ ചർച്ചയാകും. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ശരത്തിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായേക്കും. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, കൂടുതൽ വിവരങ്ങൾ. അനഘ, അതായത് തൃശ്ശൂരിലെ CPM നേതൃത്വത്തെ പൂർണ്ണമായും വെട്ടിലാക്കിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്ന ശരത് പ്രസാദിന്റെ ഫോൺ സംഭാഷണം പുറത്തു വരുന്നത്. അതായത് കരുവന്നൂർ സഹകരണ ബാങ്കിലും ഒപ്പം തന്നെ നടത്തറയിൽ അടക്കം നടത്തിയിട്ടുള്ള അഴിമതികളിൽ MM വർഗീസ് അടക്കമുള്ളവർക്ക്, AC മൊയ്തീൻ അടക്കമുള്ളവർക്ക്, M കണ്ണൻ അടക്കമുള്ളവർക്ക് പങ്കുണ്ട് എന്നുള്ള ശബ്ദ സന്ദേശം, ഫോൺ സംഭാഷണ രേഖയാണ് പുറത്തു വന്നത്. അതായത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന നിബിൻ ശ്രീനിവാസന്റെ ചില വെളിപ്പെടുത്തലുകൾക്ക് തൊട്ട് പിന്നാലെയാണ് ശരത് പ്രസാദിന്റെ ഫോൺ സംഭാഷണം പുറത്തു വരുന്നത്. ഇതോടുകൂടി ഈ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ CPM സംസ്ഥാന നേതൃത്വമടക്കം വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു. ആ ഒരു സംഭവത്തിലാണ് പിന്നീട് ഈ ഒരു ശബ്ദരേഖ പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ CPM വിശദീകരണം ചോദിക്കുകയും നോട്ടീസ് നൽകുകയൊക്കെ ചെയ്തു. അതിൽ ശരത് പ്രസാദ് വിശദീകരണം നൽകിയിരുന്നു. എന്നാൽ ആ വിശദീകരണത്തിൽ തൃപ്തരല്ല, അതിലൊരു നടപടി ഉണ്ടാവണമെന്നാണ് പാർട്ടിയുടെ ഒരു പൊതുവികാരം. കഴിഞ്ഞ ദിവസം നടപടി ഉണ്ടാകുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും അത് വൈകുകയായിരുന്നു. ഇന്ന് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. ഈ സെക്രട്ടേറിയറ്റ് ചേർന്നതിന് ശേഷം ശരത് പ്രസാദിനെതിരെയുള്ള നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഈ കരുവന്നൂർ സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൊള്ളയിൽ CPM നേതൃത്വത്തിന് പങ്കില്ല എന്ന് പാർട്ടി ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴാണ് ഈ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും തെളിയിച്ചുകൊണ്ടുള്ള ശബ്ദ സന്ദേശം, ശബ്ദരേഖയൊക്കെ പുറത്തു വരുന്നത്. ഇത് വലിയ രീതിയിൽ പാർട്ടിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. അതായത് ഈ ശബ്ദരേഖ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ MK കണ്ണൻ അടക്കമുള്ളവർ രംഗത്ത് വന്നുകൊണ്ട് ഇത്തരത്തിലൊരു അഴിമതി നടന്നിട്ടില്ല, അതായത് ചില തെറ്റുകൾ പറ്റിയതാണ് എന്നുള്ള രീതിയിൽ ശരത് പ്രസാദ് തന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണവുമായിട്ട് MK കണ്ണനൊക്കെ രംഗത്ത് വന്നിരുന്നു. അതായത് ഈ ശബ്ദ സന്ദേശത്തിൽ, ശബ്ദരേഖയിൽ പ്രധാനമായിട്ട് പറയുന്നത് കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന കണ്ണൻ കോടിപതിയായി, അതേപോലെ തന്നെ AC മൊയ്തീനും ഒപ്പം തന്നെ MK വർഗീസും അടക്കമുള്ളവർ ഈ ടോപ്പ് ലെവൽ ഡീലുകളാണ് ഇവർ നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ശരത് പ്രസാദിന്റെ ഭാഗത്ത് നിന്ന്, അല്ലെ ശരത് പ്രസാദും നിബിൻ ശ്രീനിവാസനും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ പുറത്തു വന്നിട്ടുള്ള ആ രേഖയിലുള്ളത്. എന്തായാലും ഇത് പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകും, ശരത് പ്രസാദിനെതിരെ കടുത്ത നടപടി വേണം എന്ന് തന്നെയാണ് പാർട്ടിയിലെ പ്രബല വിഭാഗം അവകാശപ്പെട്ടിട്ടുള്ളത്. ശരി, ശബ്ദരേഖാ വിവാദം ചർച്ച ചെയ്യാൻ CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. സാനുവാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.